إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബിന്റെ വിധിവിലൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 15-ാമത് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച 40-ാമത് ആയത്തിന്റെ ബാക്കി ഭാഗവും അവിടുന്ന് അങ്ങോട്ടുള്ള ഏതാനും വചനങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലാഹു തുണക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. കഴിഞ്ഞ ദിവസം 40-ാമത്തെ ആയത്തായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മൂസ എന്ന പിഞ്ചു പൈതലിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കാൻ വേണ്ടി അള്ളാഹു മൂസായുടെ ഉമ്മക്ക് വഹയി നൽകി. അത് പ്രകാരം അവർ അങ്ങനെ ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടിയുടെ സഹോദരി കൂടെ പോകുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ തിരക്കി എവിടെയാണ് ഈ കുഞ്ഞ് എത്തിപ്പെടുന്നത് എന്നറിയാൻ വേണ്ടി. ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. അറിയാലോ. ഇത്തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു. ആ സഹോദരി പറയാണ്, ആ കുട്ടിയെ കണ്ടെടുത്ത ആ കൊട്ടാരത്തിൽ വെച്ച്, ഈ കുട്ടിക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരം തരാം. അങ്ങനെ സ്വന്തം ഉമ്മയിലേക്ക് തന്നെ മൂസ നിങ്ങളെ നാം തിരിച്ചു നൽകി. എന്തിനായിരുന്നു അത്? നിങ്ങളുടെ ഉമ്മയുടെ കൺകുളിർക്കാൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ആ ചെറുപ്രായത്തിൽ നമ്മൾ അങ്ങനെ തിരിച്ചു നൽകിയത് എന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം അവിടെ ഓർമ്മപ്പെടുത്തി. അടുത്തൊരനുഗ്രഹം, പഴയ കാലത്ത് സംഭവിച്ച മറ്റൊരു അനുഗ്രഹവും കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞു. വഖത്തൽത നഫ്സൻ ഫനജ്ജൈനാക മിനൽ ഗം. ഒരു വധം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലുണ്ടായിരുന്ന ഒരുപാട് പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, ഹൊമ്മ്, ആ പ്രയാസങ്ങൾ, ഹൊമ്മ് മുഴുവനും നിങ്ങൾക്ക് നാം മാറ്റി തന്നു. അതിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. അങ്ങനെ ഒട്ടനവധി വഫത്തന്നാക ഫുത്തൂനൻ, വിവിധ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ
കടന്നുപോയിട്ട് അവിടെ നിന്നൊക്കെ വിജയിച്ച് വന്ന വ്യക്തിയാണ് എന്നുകൂടെ മറ്റു ചില അനുഗ്രഹങ്ങളെയും അള്ളാഹു സൂചിപ്പിച്ചു. അതിന് ബാക്കിയുള്ള ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പറയാനുള്ളത്. ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയൻ, മദിയനിൽ നിങ്ങൾ കുറെ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. മദിയൻകാരുടെ കൂട്ടത്തിൽ കൊല്ലങ്ങളോളം, സിനീന കൊല്ലങ്ങളോളം നിങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ആ ഒരു സംഭവം നടന്നതിന്, ഒരു മനുഷ്യവധവുമായി ബന്ധപ്പെട്ട സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പേടിച്ച് ഓടുന്ന സമയത്ത് വഴിയിൽ കുറെ ആളുകൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ആ കൂട്ടത്തിൽ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത രണ്ട് പെൺകുട്ടികളെ കാണുന്നു. അവരോട് കാര്യം തിരക്കിയപ്പോ ഇവരൊക്കെ പോയതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ, അതുവരെ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്ന പതിവാണുള്ളത്. അങ്ങനെ അദ്ദേഹം അവരെ സഹായിക്കുന്നു. ആ സഹായം പെൺകുട്ടികൾ ചെന്ന് വീട്ടിൽ അറിയിക്കുന്നു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ആ സമയത്ത് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ, ഈ ഒരു സമയത്ത് നീ എനിക്ക് എന്ത് തന്നാലും എന്ത് അനുഗ്രഹം നൽകിയാലും ഞാൻ അതിന് ഒക്കെ അർഹനാണ് ട്ടോ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. കാരണം എന്ത് തന്നാലും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഭക്ഷണമായിട്ട് കിട്ടിയാലും വെള്ളമായിട്ട് കിട്ടിയാലും മറ്റ് ഭയപ്പാടിൽ നിന്ന് ഉള്ള മോചനത്തിനുള്ള വഴികൾ എന്തെങ്കിലും തുറന്നു തന്നാലും, വസ്ത്രമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ജീവിതത്തിൽ മറ്റൊന്നുമില്ലാത്ത ഒറ്റയാനായി ഓടിപ്പോന്ന മൂസാ നബി അലൈഹിസ്സലാമക്ക് എന്ത് കിട്ടിയാലും അവിടെ ആവശ്യമാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാം കിട്ടി. അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, വീട് കിട്ടി, കുടുംബം കിട്ടി, വിവാഹ ജീവിതം കിട്ടി, ജോലി കിട്ടി. എല്ലാമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നീ അള്ളാഹുവെ എന്റെ ഈ ഒരു അവസ്ഥ അറിയുന്നു, ഈ ഒരു അവസ്ഥയിൽ നീ എന്ത് തന്നാലും, എന്ത് ചെറിയതാണെങ്കിലും അതിലെല്ലാം ഞാൻ അത്യാവശ്യക്കാരനാണ്, ഞാൻ ഫക്കീറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൂറത്തുൽ ഖസസിൽ അത് വിശദീകരിച്ചു പോകുന്നുണ്ട്. ഏതായിരുന്നാലും അതിനുശേഷം നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പെൺകുട്ടികൾ വന്ന് നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികൾ അദ്ദേഹത്തെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഉള്ളത് ഒരു വൃദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം ശുഐബ് നബിയാണ് എന്നാണ് ബലമായ അഭിപ്രായം. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ കാര്യങ്ങൾ അദ്ദേഹം ശുഐബ് നബിയെ ധരിപ്പിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടത് നന്നായി, ഫറോവയിൽ നിന്ന് നിങ്ങള് ആ ഭയപ്പാടോടുകൂടി ഇങ്ങോട്ട് വന്ന സംഭവങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട്, സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ, മൂസാ നബിയുടെ മുമ്പിൽ ഒരു പുതിയ ആവശ്യം അല്ലെങ്കിൽ ഒരു അപേക്ഷ വെക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ എന്റെ ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ വിവാഹം ചെയ്തു തരാനും കൂടെ ഉദ്ദേശിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിഷയങ്ങൾ വെച്ചുകൊണ്ട് മൂസാ നബിയെ സംബന്ധിച്ചുള്ള, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഉത്തമമായ വിശ്വാസം ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ഉള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. എന്നിട്ട് അവിടെയുള്ള ആ വിഷയമാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയന, നിങ്ങൾ മദിയൻ പ്രദേശത്ത് അവരുടെ കൂടെ വർഷങ്ങളോളം താമസിച്ചില്ലേ? ശുഐബ് നബി ചോദിക്കുന്നത് അലാ തഅ്ജുറനി സമാനിയ ഹിജജിൻ ഫഇൻ അത്മംത അശ്റൻ ഫമിൻ ഇൻദിക്. 8 വർഷം നിങ്ങൾ എന്റെ ആടുകളെ മേച്ചു തരണം എന്ന അടിസ്ഥാനത്തിലാണ്, ആ ഒരു സ്ത്രീധനം, ആ ഒരു മഹർ നിശ്ചയിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു തരുന്നത്. അത് നിങ്ങൾ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും ആ ഒരു അഭ്യർത്ഥന അംഗീകരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ഒരു ജോലിയാണ്,
ആ മാന്യനായ മനുഷ്യനോടുള്ള ഒരു നന്ദിയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ എല്ലാ നിലക്കും വീട് നൽകി, ഭക്ഷണം നൽകി, വെള്ളം നൽകി, സൗകര്യങ്ങൾ നൽകി, അഭയം നൽകി, കുടുംബജീവിതം നൽകി, എല്ലാ നിലക്കും ഉള്ള സംരക്ഷണം നൽകിയ ആ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാം 10 വർഷം അവിടെ ജോലി ചെയ്യാണ്. ആ ജോലി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു കരാർ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഭാര്യാസമേതം സ്വരാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോ, എനിക്ക് എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ കാണുന്നത്. തുടക്കത്തിലുണ്ടായ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു തീ കാണുന്നു, ആ തീയുടെ അടുക്കലേക്ക് പോകുന്നു. തീയല്ലായിരുന്നു. അവിടെ ചെന്നപ്പോ അള്ളാഹുവിന്റെ വിളിയാളം വരുന്നു, താങ്കളുടെ കാലിലുള്ള ചെരുപ്പ് അഴിച്ചു വെച്ച് കയറേണ്ട സ്ഥലമാണ് ഇവിടെ, വിശുദ്ധമായ താഴ്വരയാണിത് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അള്ളാഹുമായിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഈ ഒരു തിരിച്ചു വരുന്ന ആ യാത്രയിലാണ് പിന്നീട് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത്. ഈ പറഞ്ഞ സംഭവങ്ങൾ ഓരോന്നും ഉണ്ടാകുന്നത്. ഈ പുറപ്പാട് പിന്നെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഇത് സംബന്ധമായിട്ട് വിശദീകരണമുണ്ട്. നാട്ടിലേക്ക് മടങ്ങിപ്പോകും മുമ്പ് ഹോറോബ് വനാന്തരത്തിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നി ദർശനം ഉണ്ടായി എന്നാണ് പുറപ്പാട് 3 പറയുന്നത്. പ്രദേശത്തിന്റെ പേര് വരെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഹോറോബ് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ ചരിത്ര സംഭവങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമയെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഷം നിങ്ങൾ ചെലവഴിച്ചത് ഒരു മാന്യനായ മനുഷ്യന്റെ വീട്ടിലാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ, ആ പ്രവാചകന്റെ ശുഐബ് നബിയുടെ വീട്ടിലാണെങ്കിൽ എന്തുകൊണ്ടും ഏറ്റവും ഭേദപ്പെട്ട ഒരു ജീവിതമായിരിക്കുമല്ലോ അദ്ദേഹം നയിച്ചിട്ടുണ്ടാവുക. ഒരുപാട് നന്മകൾ ആ പുണ്യ മനുഷ്യരിൽ നിന്ന് കരഗതമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും സുന്ദരമായ ഒരു ജീവിതം അദ്ദേഹത്തിന് അവിടെ നിന്ന് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നല്ലൊരു കുടുംബ ജീവിതവും അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അതാണ് ഇവിടെ അള്ളാഹു അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, പിന്നീട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നിശ്ചയപ്രകാരം ആണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് മൂസ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന്. ഖദറിൻ അളവ്, നിശ്ചയം, നിർണയം, ദൈവികമായ കൃത്യനിർണയം, ഭാഗ്യരേഖ എന്നൊക്കെ അർത്ഥമുള്ള ഒരു വാക്കാണ് ഖദർ എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു സബഖ ഫീ ഖലാഇ വഖദരി അൻ അജ്അലക റസൂലൻ ലി ഫീ വഖ്തിൻ മുഅയ്യനിൻ അയ്യൻതുഹു ലിദാലിക വമാ ജിഅത ഇല്ലാ അലാ ദാലികൽ ഖദരി ലാ ഖബ്ലഹു വലാ ബഅദഹു. എന്റെ ഒരു ഖലാഉം എന്റെ ഒരു ഖദറും നിങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങളെ പ്രവാചകനാക്കാൻ വേണ്ടി നിങ്ങളെ ഈ വിധം, ഈ ഒരു സമയത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നിശ്ചയപ്രകാരമാണ്. നിങ്ങൾക്ക് 40 വയസ്സായപ്പോഴാണ് എല്ലാ പ്രവാചകന്മാർക്കും വഹി ലഭിക്കുക എന്നാണ്. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന് 40 വയസ്സ് പൂർത്തിയാകുന്ന ഒരു പ്രത്യേക സന്ദർഭം അവിടെ എത്തിപ്പെടുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനാക്കുന്നു. ഖുർആൻ പറഞ്ഞത് ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ എന്നുണ്ട്. നമ്മളെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാറ്റിനും ഒരു തോതുണ്ട്. എങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ കഴിവും അതിന്റെ തോതും അതിന്റെ വലിപ്പവും ഒക്കെ എത്രയായിരിക്കണമെന്ന്, അതിന്റെ ആയുസ് എത്രയായിരിക്കണമെന്ന്, അത് എങ്ങനെയൊക്കെയാകണമെന്ന് എല്ലാറ്റിനും ഒരു ഖദർ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതേപോലെയാണ് നിങ്ങളെയും നമ്മൾ ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് അറബിയിൽ പറയ സാധാരണ ഫുലാനുൻ ജാഅ അലാ ഖദരിൻ എന്ന് പറഞ്ഞാൽ അവൻ അതിനുതകുന്ന സമയത്താണ് വന്നിരിക്കുന്നത് എന്നാണ്. നീ ഇപ്പൊ ഇവിടെ എത്തിപ്പെട്ടത് കൃത്യസമയത്താണ്
എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ. കുറച്ച് മുന്നോട്ടും അല്ല പിന്നോട്ടും അല്ല, ഇവിടെ വരേണ്ട സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഈ പ്രവാചകനായി ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടത്, നിങ്ങൾ പ്രവാചകനാക്കുന്ന ഈ രംഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൃത്യമായ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഖദറിന്റെ കുറെ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ പറഞ്ഞത് ഒരു നിശ്ചയത്തിന്റെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായ ഒരു നിർണയം, ആ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ ഇത്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതാണല്ലോ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു, അല്ലെങ്കിൽ ഇത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്ന ഒരു കൃത്യമായ ആസൂത്രണമാണ്. അവന്റെ മുൻകൂട്ടിയുള്ള ഒരു പ്ലാനോടുകൂടി, പദ്ധതിയോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു ഓരോ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മൂസാ നബിയുടെ കഥ തന്നെ പരിശോധിച്ചു നോക്കിയാൽ, ചെറുപ്പത്തിൽ നദിയിലേക്ക് എറിഞ്ഞ ശിശുവായിരുന്ന മൂസ ഇപ്പോൾ നബിയായി തിരിച്ചു വരികയാണ്. നദിയിലേക്ക് കുഞ്ഞായിരിക്കെ വലിച്ചെറിയപ്പെട്ട മൂസ ഇപ്പോൾ ഒരു മൂസ നബിയായി തിരിച്ചു വരുന്ന, അതിനിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ ഒരു പ്ലാനായിരുന്നു. ആ പ്ലാനാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അള്ളാഹു എല്ലാറ്റിനും അള്ളാഹു നിശ്ചയിച്ചൊരു പ്രയാണ പഥമുണ്ട് എന്ന് പറയാം. ഈ ഭൂമുഖത്തുള്ള പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങൾ അത് സഞ്ചരിക്കുന്നതിന് ഒരു വഴിയില്ലേ? ഭ്രമണപഥം എന്ന് പറയുന്ന, പ്രയാണപഥം എന്ന് പറയുന്ന ഒരു വഴിയില്ലേ? അതേപോലെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, ലോകത്തുള്ള എല്ലാ സംഗതികൾക്കും അവർ സഞ്ചരിക്കേണ്ടതായ ഒരു വഴിയുണ്ട്. ആ വഴി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഉള്ള നമ്മളെ അങ്ങനെ അള്ളാഹുവിന്റെ അറിവില്ലാതെ, അള്ളാഹുവിന്റെ നിശ്ചിതമായ ഒരു രീതിയില്ലാതെ നമ്മളങ്ങനെ ഉള്ള ഒരു രൂപമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓരോത്തിനും, ഓരോ സംഗതികൾക്കും നിശ്ചിതമായ ഒരു പ്രയാണ പദം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. എന്തെല്ലാം വഴികളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ വഴികൾ, നമ്മൾ കടന്നു വന്ന വഴികൾ ഉണ്ടല്ലോ, മൂസാ നബി അലൈഹി സ്വലാം കടന്നു വന്ന വഴികൾ, നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്ന വഴികൾ അള്ളാഹുവിന് നേരത്തെ അറിയാവുന്ന വഴികൾ തന്നെയാണ്. അലാ ഖദരിൻ, ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. മൂസാ നബിയുടെ ജീവിതത്തിലേക്ക് തന്നെ പോയി നോക്കൂ. ഒരുപാട് കാത്തിരിപ്പുകൾ, അനുദിന പരീക്ഷണങ്ങൾ, മുന്നിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വഴികൾ, ഓരോന്നും ഇങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാം അള്ളാഹു അളന്ന് നിശ്ചയിച്ച വഴികൾ തന്നെയാണിത്. ഇതിന്റെ ഒരു ഒടുക്കമുണ്ടാകും, പടച്ചവന്റെ സമാശ്വാസം ഉണ്ടാകും. നമ്മുടെ എല്ലാ തരത്തിലുള്ള കണക്കുകൾക്കും അപ്പുറം പടച്ചവൻ നമുക്കൊരുപാട് അനുഭവങ്ങളും പരീക്ഷണങ്ങളും പാഠങ്ങളും ഒക്കെ ജീവിതത്തിൽ നൽകി അള്ളാഹു നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ വിവിധ പരീക്ഷണങ്ങളിലൂടെ, വിവിധ ഘട്ടങ്ങളിലൂടെ, വിവിധ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. അതിന്റെ ഒരു ആയത്ത് കൂടെ, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ മുഴുവനും ഖജാനകളും അല്ലെങ്കിൽ താക്കോലുകളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അതൊന്നും അറിയുന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരലിലും ഉള്ളതൊക്കെ അള്ളാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നേരത്തെ നമ്മൾ പഠിച്ചു പോയതാണ്. വലിയ വലിയ വിഷയങ്ങൾ പറഞ്ഞു. എന്താണ്? വൈബിയായ അദൃശ്യ ലോകത്തുള്ള മുഴുവൻ ഖജാനുകളുടെയും അതിന്റെ താക്കോലുകളും അതിന്റെ എല്ലാവിധ ശേഖരങ്ങളും അള്ളാഹുവിന്റെ അടുക്കലാണ്.
അള്ളാഹു മാത്രം അറിയുന്ന സംഗതികളാണിത്. അതേപോലെ കരയിലും കടലിലും ഉള്ളത് എല്ലാം അവൻ അറിയുന്നവനാണ് എന്നിങ്ങനെ വലിയ വിഷയം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നീട് അള്ളാഹു പറയുന്ന സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? വമാ തസ്ഖുതു മിൻ വറക്കത്തിൻ, ഒരു ഇല, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല താഴോട്ട് വീഴുമ്പോ ഒരുപാട് ഇലകൾ ഒന്നിച്ചു വീഴാറുണ്ട്. ഒരുപാട് മരങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് നൂറുകണക്കിന് ഇലകൾ കൊഴിഞ്ഞു വീഴാറുണ്ട്. പക്ഷേ ഓരോ ഇലയും കൊഴിഞ്ഞു വീഴുമ്പോ അതിന്റെ ഞെട്ടറ്റ് താഴോട്ട് പതിക്കുമ്പോ ഇല്ലായ ഇലമുഹ, അവൻ അത് അറിയാതിരിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ഇലകളില്ല, ലക്ഷക്കണക്കിന് ഇലകളുള്ള ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുമ്പോ, കേവലം ഒരു ഉണങ്ങിക്കരിഞ്ഞ ഒരു ഇല താഴോട്ട് പതിക്കുമ്പോ അത് അള്ളാഹുവിന്റെ അറിവിലുണ്ട് എന്ന് വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയതും വലിയതുമായ വിഷയങ്ങൾ അതൊക്കെ നടക്കുന്നത്, സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ കൃത്യമായ അറിവോടുകൂടിയാണ് എന്ന് ബോധ്യപ്പെട്ടല്ലോ. കഴിഞ്ഞില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ അന്ധകാരങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു ഹബ്ബത്ത്, ഒരു ചെറിയ വിത്ത്, ഒരു നെൽമണി, ഒരു കടുക് മണി, ഒരു ഗോതമ്പിന്റെ മണി, എന്തെങ്കിലും ആകട്ടെ, ഒരു ചെറിയ ഹബ്ബത്ത്, അത് സാധാരണ നമ്മൾ കാണുന്ന പകൽ പ്രകാശത്തിലല്ല, സൂര്യപ്രകാശത്തിലല്ല, കൂരിരുട്ടിൽ ഭൂമിയുടെ അന്ധകാരങ്ങളിൽ എവിടെയെങ്കിലും ആ വിത്തുണ്ടെങ്കിൽ ആ വിത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന് അറിവുണ്ട്. അത് മുളക്കണോ വേണ്ടയോ എന്ന്. അത് മുളപൊട്ടി വന്ന് അതൊരു മരമായി, വൃക്ഷമായി, ഒരുപാട് ഫലങ്ങൾ നൽകുന്ന ഒരു വലിയ ഒരു ഫലവൃക്ഷമായി മാറണോ വേണ്ടയോ എന്ന് ഏതൊരു ചെറിയ വിത്തിനെയും കൃത്യമായി അറിയുന്നവനാണ് കേട്ടോ അള്ളാഹു. എന്ത് വലാറത്തുബിൻ വലായാബിസിൻ, ഇവിടെ ഉണങ്ങിയതും പച്ചയായിട്ടുള്ളതും ഉണങ്ങാത്തതുമായിട്ടുള്ള ഒരുപാട് സംഗതികളില്ലേ? പച്ചയായത് ഉണങ്ങുന്നു, ഉണങ്ങി പിന്നീട് അത് വീഴുന്നു, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നു. ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. പച്ചയായ സാധനങ്ങൾ, നനവുള്ള സാധനങ്ങൾ കുറെ കാലം കഴിഞ്ഞപ്പോ ഉണങ്ങിപ്പോകുന്നത് അത് പടച്ചോന്റെ അറിവോടുകൂടി തന്നെയാണ്. ആ മരക്കൊമ്പ്, പച്ചയായ മരക്കൊമ്പ് ഉണങ്ങിയത്. ഇവിടെ പച്ചയായ ഇലകൾ അതിന് നിറം മാറ്റം സംഭവിച്ച് അതിന്റെ അവസ്ഥ മാറി അത് കരിയിലയായി താഴോട്ട് വീഴുന്നത്, ഉണങ്ങി വീഴുന്നത് ഒക്കെ അള്ളാഹുവിന്റെ കൃത്യമായ ഒരു കിതാബുൻ മുബീനിൽ ഉണ്ടോ എന്ന് പറയുമ്പോ, ഇവിടെ മൂസാ നബിയുടെ അവസ്ഥ ആലോചിക്കുമ്പോ നിങ്ങൾ ഈ കടന്നു വന്ന വഴികൾ ഓരോന്നും നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു ഡിവൈൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും കൃത്യമായ ഒരു സമയക്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. പ്രത്യേകിച്ച് പ്രതിസന്ധികളെ നേരിടുമ്പോ, ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടുമ്പോ ഇതും ഞാൻ കടന്നു പോകേണ്ടവനാണ്, ഇതും നമ്മൾ കടന്നു പോകും, നമ്മൾ ചവിട്ടിക്കടക്കേണ്ടവരാണ്, മറികടക്കേണ്ടവരാണ് എന്ന് നമുക്ക് ബോധ്യമാകേണ്ട ഒരു വിഷയമായിട്ടാണ് ഈ ഒരു വാക്കിന്, ഈ അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. കൂടുതൽ പോകുന്നില്ല, അടുത്ത വായത്തിലേക്ക് വരാം. ചെറിയൊരായത്ത്. എന്റെ സ്വന്തം കാര്യത്തിനായി നിന്നെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നു. ഇസ്തനഅതുക, നിന്നെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നു. എന്തിന്? ലിനഫ്സി, എന്റെ സ്വന്തം കാര്യത്തിനായി. അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാ ഇസ്തനഅതുക, 3 വാക്കുകൾ. ഇസ്തനഅതു ഒരു ക്രിയയാണ്, അതിന്റെ അർത്ഥം ഞാൻ തെരഞ്ഞെടുത്തു എന്നാണ്. ക എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ്. വാ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ്. ലി നഫ്സി, എനിക്ക് വേണ്ടി. ലി വേണ്ടി, നഫ്സിൻ ആത്മാവ്, സ്വന്തം എന്നൊക്കെ പറയുന്നത്. അവസാനത്തിലുള്ള യാ ഉപയോഗിക്കുന്നത് എന്റെ എന്നർത്ഥത്തിലാണ്. നഫ്സി, നഫ്സി എന്ന് പറഞ്ഞാൽ എന്റെ എന്നർത്ഥത്തിലാണ് ആ വാക്കുകളുള്ളത്. നോക്കിവിടെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലി തുസ്ന അല ഐനി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എന്റെ കണ്ണിൽ
എന്റെ നോട്ടത്തിൽ നിങ്ങളെ വളർത്തിയെടുക്കാൻ എന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് വസ്തനഅതുക ലിനഫ്സി, എനിക്ക് വേണ്ടി നിങ്ങളെ ഞാൻ വളർത്തിയെടുക്കുകയായിരുന്നു. ഇനിയും കുറച്ചുകൂടി കഴിയുമ്പോൾ 46-ാമത്തെ ആയത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ഇന്നി മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, നിങ്ങളെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ എന്തായാലും മൂന്നായത്തുകളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹുവിന്റെ പ്രത്യേകമായ അറിവോടെയും അവന്റെ നിരീക്ഷണത്തിലും അവന് വേണ്ടി അള്ളാഹു വളർത്തിയെടുത്തതുപോലെയാണ് മൂസാ നബിയുടെ ഈ ഒരു ജീവിതം ഉണ്ടായിരുന്നത് എന്ന്. സാധാരണ സനഅ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ്. ഇസ്തന എന്ന് പറഞ്ഞാല് പ്രത്യേകമായി ഉണ്ടാക്കുക എന്നാണ്. ഒരു കാര്യം പ്രത്യേകമായി ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആള് നോക്കി നിൽക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും. കൃത്യമായിട്ട് ആ വിഷയം അയാള് ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുക. വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരികയാണെങ്കിൽ പോലും അങ്ങനെ ആ ഒരു വസ്തു ഉണ്ടാക്കുമ്പം അതിന്റെ ആ നിർമ്മാണത്തിൽ യാതൊരു കുറവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് നോക്കി നിൽക്കാറുണ്ട്. ഇതേപോലെ അള്ളാഹു കൃത്യമായി മൂസാ നബി അലൈഹി ഇസ്ലാമയെ ഉണ്ടാക്കിയെടുത്തു എന്നാണ്. എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫാക്ടറി എന്നാണ്. മസ്നഉൻ ഫാക്ടറി, ഒരുപാട് സംഗതികൾ, ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ച് ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിൽ നിർമ്മാണം നടത്തുന്ന ഒരു ഫാക്ടറിയാണ് മസ്നഉൻ എന്ന് പറയാം. ഇതേപോലെ നിങ്ങളെ നാം നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നിങ്ങളെ നാം പാകപ്പെടുത്തിയെടുത്തതാണ്, നിങ്ങൾ നാം വളർത്തിയെടുത്തതാണ്, രൂപപ്പെടുത്തിയെടുത്തതാണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് അള്ളാഹു ആയത്തിലൂടെ പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളിലൂടെ കടന്നു പോകുമ്പോ തഫ്സീർ ഇബ്നു കസീറിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹു മൂസാ നബിയോട് പറയുന്നു, ഞാൻ നിന്നെ എന്റെ റിസാലത്തിനും അഥവാ ദൗത്യത്തിനും എന്റെ സംഭാഷണത്തിന് കലാമിനും വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൽ മൂസാ നബിയുടെ പ്രത്യേകമായ ഒരു സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്, നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഉന്നത സ്ഥാനമുള്ള ഒരു വ്യക്തിയാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം. ശിശുകാലം മുതൽ തന്നെ ഫിർഔനിന്റെ വീട്ടിലേക്ക് അയക്കപ്പെട്ടതും പിന്നീട് മദീനയിലേക്കുള്ള യാത്രയും എല്ലാം ദൈവികമായ ഒരു സംവിധാനത്തിലൂടെ കടന്നു വന്നുള്ള നിങ്ങളെ പ്രത്യേകമായി നമ്മൾ തെരഞ്ഞെടുത്ത, അല്ലെങ്കിൽ പ്രത്യേകമായി അതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു, അങ്ങനെ ആ പരുവത്തിൽ നിങ്ങളെ വളർത്തിയെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തഫ്സീർ തബരിയിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നെ എന്റെ ദൂതനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, എന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇസ്തിനായി എന്ന പദത്തിന് തയ്യാറാക്കൽ അല്ലെങ്കിൽ പരിശീലിപ്പിക്കൽ എന്നർത്ഥമുണ്ട്. അള്ളാഹു മൂസാ നബിയെ തന്റെ ദൗത്യത്തിനായി പ്രത്യേകം തയ്യാറാക്കി പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും വിവിധ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നൽകിയിട്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ അള്ളാഹുവിന്റെ ആ ഉത്തരവാദിത്തം, അള്ളാഹു നമ്മളോട് പറഞ്ഞ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാകത്തിൽ അള്ളാഹു നമ്മെ അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ. അപ്പോ പ്രതീക്ഷകൾ ഉള്ള ജീവിതമാണെങ്കിലും കഷ്ടപ്പാടുകളുള്ള അവസ്ഥകളാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം എന്ന ചിന്ത നമ്മിൽ ഉണ്ടാവുകയും അള്ളാഹു നിശ്ചയിച്ച ഒരു രൂപത്തിൽ പടച്ചവന്റെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ രൂപത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയും ചെയ്യുകയായിരിക്കും എന്നുകൂടെ നമ്മൾ ആലോചിക്കുക. ഇനി ഈ ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ ഒരു 5-8 കാര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമയുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതെന്തൊക്കെയായിരുന്നു ഒന്ന് നോക്കാനാണ്. 8 അനുഗ്രഹങ്ങൾ എന്നാണ് അവയെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഈ 2-3 ആയത്തുകളിലായി അള്ളാഹു മൂസാ അലൈഹി സ്വലാമൊക്കെ ചെയ്തു കൊടുത്ത 8 അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒന്ന്, പെട്ടിയിലാക്കി നദിയിലിടാൻ വേണ്ടി ഉമ്മാക്ക് തോന്നിച്ചത്. 2, അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹം നൽകി എന്ന് പറഞ്ഞത്. 3, അള്ളാഹുവിന്റെ പ്രത്യേകമായ
പരിഗണനയിലാണ്, അതാവുന്ന ശ്രദ്ധയിലാണ്, നോട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമെ വളർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞത്. നാലാമത്തത് മാതാവിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തത്. അഞ്ചാമത്തത് ആ ഒരു കൊലയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. 6 പരീക്ഷണങ്ങളിൽ ശുഭപര്യവസാനം ലഭിച്ചു. ഫത്തന്നാക ഫുത്തൂനൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാറ്റിനും നല്ല ഏതൊരു പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിന്റെ ഒക്കെ അവസാനം ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞത്. 7ാമത്തത് മദിയനിൽ അഭയം നൽകി അവിടെ സുഖവാസ സൗകര്യങ്ങൾ കൊടുത്തോടെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ വെച്ച്, അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് അവിടെ വെച്ച് ലഭിക്കാൻ സാധിച്ചത് 7ാമത്തെ അനുഗ്രഹമായിട്ട് അവിടെ നമ്മൾ കാണാം. 8ാമത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നത്, മനുഷ്യന്റെ യോഗ്യത കൊണ്ടോ പക്വത കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ സാധിക്കാത്തതുമായ ആ മഹാഭാഗ്യം അഥവാ പ്രവാചകത്വത്തിന്റെയും ദൗത്യത്തിന്റെയും അഥവാ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും റസൂലായി നബിയായി അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള ഈ 8 വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളതിലേക്ക് അള്ളാഹു ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചത്. നേരത്തെ കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ കണ്ടു. ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാം 8 ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഉന്നയിച്ചു, ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങൾ എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് നിർവഹിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ ആ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറയുന്ന കാര്യം, ഇതൊന്നും അല്ലട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയകാല ജീവിതത്തിലും നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. താഴത്തിലേക്ക് പോകണം, അത് ഓടിച്ചു പോകാനേ ഉള്ളൂ. ശ്രദ്ധിക്കുക, 42ാമത്തെ ആയത്ത്, ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ സഹോദരനും പോയിക്കൊള്ളുക, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്. ഇപ്പോ ഒരാളും കൂടെ കടന്നു വരും. ഇതുവരെ മൂസാ നബിയോട് ഒറ്റക്കുള്ള സംസാരമായിരുന്നു. ഇനി 2 പേരോടാണ്. 2 ആളുകളെ പിന്നെ തന്റെ സഹോദരനെയും തന്റെ കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ആ സമയത്ത് അദ്ദേഹം ആ സഹോദരൻ മൂസാ നബിയെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ 2 പേരും ഒന്നിച്ച് പിന്നെ കണ്ടുമുട്ടി. അങ്ങനെ 2 പേരും ഒന്നിച്ചാണ് പിന്നെ ഫറോവയുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന അഭിപ്രായമുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഇതിന് ശേഷമുള്ള ഒരു സംഭവമായിട്ട് അള്ളാഹു അവനെ പിന്നെ കേൾപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നിങ്ങനെയും വരാവുന്നതാണ്. ഏതായിരുന്നാലും 2 പേർക്കും ഉത്തരവാദിത്വം കൊടുക്കുന്നു. എന്താണ് ഉത്തരവാദിത്വം? ഇദ്ഹബ് അൻത വഅഖൂക, നീയും നിന്റെ സഹോദരനും, അൻത വഅഖൂക, നീയും നിന്റെ സഹോദരനും, ബി ആയാത്തി, എന്റെ ആയത്തുകളുമായി പോയിക്കൊള്ളുക, വലാ തനിയാ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്. ആയാത്തി, എന്റെ ആയത്തുകളുമായി പോകണം. അപ്പൊ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ നമുക്ക് നോക്കുന്നതൊക്കെയാണെന്നുള്ളത് അതിൽ വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്കുക. ഇത് നീ പോകുക, ഒരു ആജ്ഞാക്രിയ, അഹൂക്ക നിന്റെ സഹോദരൻ, അഹൂക്ക നിന്റെ സഹോദരൻ, ബി ആയാത്തി എന്റെ ദൃഷ്ടാന്തങ്ങളുമായി, ലാ തനിയ നിങ്ങൾ വീഴ്ച വരുത്തരുത്, ലാ തനിയ നിങ്ങൾ വീഴ്ച വരുത്തരുത്, നിങ്ങൾ അമാന്തം കാണിക്കരുത്, ദൗർബല്യം കാണിക്കരുത്. വാ നിയ എന്നാണ് വാക്ക്. ദിക്രി എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, ദിക്റുൻ സ്മരണ, ദിക്രി എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്. ഇബ്നു കസീറിൽ ഇതിനെ പ്രത്യേകം ഈ ആയത്തിന് കൊടുത്ത പിന്നെ വിശദീകരണം വായിക്കാം. അള്ളാഹു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും തന്റെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായി ഫറോവയുടെ അടുക്കേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കാണ്. ലാ തനിയ ഫീ ദിക്രി എന്നത് എന്നെ സ്മരിക്കുന്നതിൽ മടി കാട്ടരുത്, അല്ലെങ്കിൽ എന്റെ സന്ദേശം എത്തിക്കുന്നതിൽ ദൗർബല്യം കാട്ടരുത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്നതിനായി മൂസാ നബിയും ഹാറൂനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഈ ആയത്ത് പ്രത്യേകം സൂചിപ്പിക്കുന്നു എന്ന് സയ്യിദ് കുത്തുബിന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാം. ഇവിടെ തനിയ എന്ന പദം ദുർബലത, മടി അല്ലെങ്കിൽ സംശയം എന്നീ അർത്ഥങ്ങളിലൊക്കെ വരാവുന്ന ഒരു പദമാണ്. ദൗത്യ നിർവഹണത്തിൽ സമയം കളയരുത്, അമാന്തിച്ചു നിൽക്കരുത് എന്ന് അള്ളാഹു അവരോട് പ്രത്യേകം കൽപ്പിക്കാണ്. വലാ തനിയ ഫീ ദിക്രി എന്നുള്ളത്. പിന്നെ ഒരു ആയാത്തുൻ എന്ന് പറഞ്ഞ കുറെ ആയത്തുകൾ എന്നാണല്ലോ, കുറെ ദൃഷ്ടാന്തങ്ങൾ എന്നാണല്ലോ.
കുറെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? വടി നൽകിയിട്ടുണ്ട്, അത് പാമ്പായി. അതേപോലെ കൈ കക്ഷത്തിൽ വെച്ചെടുത്താൽ അത് പ്രകാശിക്കുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ് നൽകിയത്. പക്ഷെ അങ്ങനെയല്ല, ആ വടി തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ്. നേരത്തെ അതൊരു ജാന്നുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ജാന്നു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെറിയ ഒരു പാമ്പ്, ഒരു ചെറിയ പാമ്പായി ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് സുബാനുൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി ഒരു വലിയ പാമ്പ് എന്ന് നിനക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വടി തന്നെ ആ പാമ്പാകുന്ന അവസ്ഥ തന്നെ വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആ വടി കൊണ്ട് തന്നെ പിന്നീട് വേറെയും ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. കടലിനടിക്കുമ്പോ ആ കടൽ പിളർന്ന് മാറി നിൽക്കുന്നുണ്ട്. കല്ലിനടിക്കുമ്പോ ആ കല്ലിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയെഴുതുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ആയാത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്ന് അള്ളാഹു സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അന്നൽ അസ്വാമാക്കാലത്ത് ആയത്തൻ വാഹിദത്തൻ വൽക്കാലത്ത് ആയാത്തിൻ. ഈ വടി എന്ന് പറയുന്നത് പോലും ഒരു ആയത്ത് മാത്രമായിരുന്നില്ല, ഒരു ദൃഷ്ടാന്തം മാത്രമായിരുന്നില്ല, ഒരുപാട് ആയത്തുകളായിരുന്നു, ഒരുപാട് ദൃഷ്ടാന്തങ്ങളായിരുന്നു. അന്നൽ അസാ അംറുൻ വാഹിദുൻ ലാകിന്ന ഫിഹാ ആയാത്തിൻ കസീറത്തൻ. വടി എന്നത് ഒരു സംഗതിയാണ്, ഒരു സാധനമാണ്. പക്ഷെ ആ വടി എന്നൊരു സംഗതിയെ പോലും വ്യത്യസ്തമായ ആയത്തുകളായിട്ടാണ്, ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അത് മോചിതത്തായി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മോചിതത്ത് എന്നുള്ള നിലക്ക് മൂസാ നബിക്ക് ഇത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചത് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു പോകുന്നുണ്ട്. തളരരുത്, ശ്രദ്ധക്കുറവുണ്ടാകരുത്. എന്നെ ഓർക്കണം നിങ്ങൾ, എന്റെ സ്മരണയിലും ദൗത്യത്തിലും തുടരുന്ന ഏതിനും ശക്തിയും ഉത്സാഹവും നിങ്ങൾക്കുണ്ടാകും. ഇമാം സഅദി പറയുന്നത്, പ്രബോധന ദൗത്യത്തിൽ ഒരാൾക്ക് പരമാവധി ഉത്സാഹം കാണിക്കാൻ സാധിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉത്സാഹം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാകുമ്പോഴാണ്. ദിക്ർ അള്ളാഹുവിന്റെ സഹായത്തിനും ആത്മവിശ്വാസത്തിനുമുള്ള പ്രധാനപ്പെട്ട ഒരു ബദലാണ്. നബി മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു ഫസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നവനെയും ഓർക്കാത്തവന്റെയും ഉദാഹരണം എന്താണെന്നറിയോ? അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണ്. അപ്പൊ ദിക്ർ ചെയ്യുന്ന ഒരാള്, ദിക്ർ ചെല്ലുന്ന ഒരാള് ജീവനുള്ളവനാണ്. ഒരു ദിക്റില്ലാതെ, പടച്ചവന്റെ സ്മരണയില്ലാതെ, ആ ദിക്റുകളൊന്നും ഉറവിടാതെ ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചവനെ പോലെയാണ് എന്ന്. അപ്പൊ ഈ ദിക്റാണ് ഈ പ്രബോധകന്, ഇത്തരത്തിലുള്ള പ്രവാചകന്മാർക്ക് അവരുടെ ശക്തി എന്ന് പറയുന്നത് ഈ ദിക്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഗതികളിലും ഏത് സംഗതികളിലും ഉത്സാഹം കിട്ടാൻ, നമുക്ക് ആവേശം കിട്ടാൻ, നമുക്ക് ശക്തി പകരാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 100 കണക്കിന് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിന് ശേഷവും രാപ്പകലുകളിൽ പല സന്ദർഭങ്ങളിലായി ആ ദിക്റുകൾ ഉരുവിടുമ്പോ തീർച്ചയായും അത് നമുക്ക് ഫലം നൽകും, ശക്തി നൽകും എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ അവസാനം പറഞ്ഞ വലാ തനിയ ഫി ദിക്രി എന്ന് പറയുന്നത് അത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിന്റെ അത്താണിയായി, ആ ജീവിതത്തിൽ ആത്മവിശ്വാസം ലഭിക്കാനുള്ള ഒരു വാതിലായിട്ട് ഈ ദിക്റുകളെ കൊണ്ട് നടക്കുമ്പോ അവന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, അവന്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്ക്, അതേപോലെ എല്ലാറ്റിനും തന്നെ അതിന് ആവേശം ഉണ്ടാകും, ഉത്സാഹം ഉണ്ടാകും. അതിനൊരു അതിൻ്റെതായ തരത്തിൽ ഒരു ലക്ഷ്യം എത്തിച്ചേരാൻ അവനെ കൊണ്ട് സാധിക്കും എന്നൊക്കെയാണ് ഈ ഒരു ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. കൂടുതലുകൾ ഈ നോട്ട്സ് വായിച്ചറിയണം. ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടില്ല, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട്. അള്ളാഹു നമ്മളെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين وجزاكم الله خيرا.